ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ ഹജ്ജിന് പോയിട്ട് വന്നോ, എന്താ വിശേഷം, അമ്മ വിളിക്കാറുണ്ടോ എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ. അങ്ങനെ അമ്മ ഹജ്ജിന് പോയിട്ട് വരുന്ന ദിവസം, നമ്മളിതേ വിളിക്കാൻ പോകുന്ന ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ക്ലിപ്സാണ് കേട്ടോ ഇത്. രാവിലെ നേരത്തെ പോകണമായിരുന്നു, അപ്പോൾ മക്കളെയൊക്കെ ഓരോരുത്തരായിട്ട് വിളിച്ചു വിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ആരെയും കൊണ്ടുപോകണ്ട എന്നൊക്കെ എനിക്ക് തോന്നി, ഞാൻ മാത്രം പോയാൽ മതി എന്നൊക്കെ. പിന്നെ ഏതായാലും പിന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഹയാന് നല്ല ഫീവറായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇച്ചു ബേബീനെ എടുക്കണില്ല, ഇച്ചു ബേബീനെയും അവിടെ വിട്ടു. ആ സമയത്ത് അവിടെ താത്ത ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ഒരു 10 ദിവസത്തിൻ്റെ മുകളിലായി അമ്മ വന്നിട്ട്. ഞാൻ ഒരു മാസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയത് അമ്മ വന്നതിന് ശേഷമായിരുന്നു കേട്ടോ. ഒരു കണക്ക് പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഇമോജി ആയിട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറിയ സമയത്ത് വലിയ വണ്ടിയായിരുന്നു കേട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഹയാനും എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നല്ല മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാനും റനക്കുട്ടിയും ചുച്ചും അയച്ചും അങ്ങനെയാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ വണ്ടി കയറിയപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അമ്മ വരാൻ പോയല്ലേ, അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ. കുട്ടികൾ ചെറുതായിട്ടൊന്ന് ഡാൻസ് കാര്യങ്ങൾ ഒക്കെ അങ്ങനെ കളിച്ചു. പിന്നെ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ടായിരുന്നു. അമ്മ വരും എന്ന് പറഞ്ഞ സമയം 9:50 അപ്പോൾ എനിക്ക് അമ്മ ഇറങ്ങി വരുന്ന എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇച്ചു ബേബി അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചു ബേബി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ അപ്പോൾ ഞാനില്ലേ എന്നുള്ളത്. ഇച്ചു ബേബിക്ക് ഇപ്പോൾ നല്ല ഫീവറാണ് കേട്ടോ. 9:50 അമ്മ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴേക്ക് ലേറ്റ് ആവോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ എന്തായാലും അവർ ഉള്ളിൽ നിന്ന് ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കണ്ട, അമ്മ വന്നിട്ട് അമ്മേനെയും കൂട്ടിയിട്ട് പോയിട്ട് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. അമ്മ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ആൾക്കൊരു സങ്കടമാവൂലേ. അപ്പോൾ വരുമ്പോൾ തന്നെ ഫ്രഷായിട്ട് ഹറം കണ്ട ആ ഒരു കണ്ണ് നമ്മൾ കാണണം എന്ന് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങിയത് ഒരു 6:45 കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും കറക്റ്റായിട്ട് 9:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചില്ല, കുട്ടികൾക്കൊക്കെ വിശക്കുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് ചെറുതായിട്ട് സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. സമൂസ അങ്ങനെയൊക്കെ ആങ്ങളെ വാങ്ങിയിട്ട് അതും കൂടെ കൊടുത്തു. അങ്ങനെ ഇതേ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കയറിയ സമയത്ത് എല്ലാവരും ഇങ്ങനെ പുറത്തല്ലേ നിൽക്കുക. അപ്പോൾ ഉള്ളിലൊരു സെക്ഷൻ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ അവിടെ പോയി ചോദിച്ചു എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കയറി പോവാം, പക്ഷെ അതിന് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം കണക്കെടുത്ത സമയത്ത് നമ്മൾ 10-12 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആങ്ങളെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ നല്ലോണം കഷ്ടപ്പെട്ടു. ID കാർഡ് വേണമായിരുന്നു. ഞാനാണെങ്കിൽ ബാഗ് മാറ്റിയിട്ടുണ്ട്, എൻ്റെ ബാഗിലായിരുന്നു ID കാർഡ് ഉണ്ടായിരുന്നത്. ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും പറ്റൂല, അല്ലാന്നുണ്ടെങ്കിൽ PDF വേണമെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് സെറ്റാക്കി അത് റനക്കുട്ടീൻ്റെ കിട്ടിയത്, ആരെങ്കിലും ഒരാളുടെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടി. നമ്മളൊരു 7 പേരോളം ഉള്ളിലേക്ക് കയറി. പിന്നെ ചെറിയ കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ട്. അങ്ങനെ ഞാൻ റനക്കുട്ടി 2 നാത്തൂമാർ അവരെ മക്കൾ എല്ലാവരും കൂടെ ഉള്ളിൽ കയറി ഇങ്ങനെ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു 2 hours വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അമ്മ വരുമായിരിക്കും വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഈ ഗ്ലാസിൻ്റെ ആ ഭാഗത്ത് വന്നിട്ട് എല്ലാവരും കൂടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ നിന്നു. പക്ഷേ അപ്പോൾ അമ്മനെ വിളിച്ചു, നമ്മൾ ഫോണിൽ വിളിച്ച് നോക്കിയ സമയത്ത് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ലഗേജ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. സംസം വെള്ളം ലാസ്റ്റേ കിട്ടുള്ളൂ, വേറെ പാസഞ്ചേഴ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേ അമ്മ വന്നുകൊണ്ടിരിക്കുന്ന സൈഡിലാണ്. ഞങ്ങൾ മറ്റേ അവരുടെ മഫ്തൻ്റെ കളർ വിചാരിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. പിന്നെയാണ് മനസ്സിലായത് അമ്മ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആൾ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ മുഖമൊക്കെ ആകെ മാറി ക്ഷീണിച്ച് കരുവാളിച്ച് കണ്ടുടനെ ഞാൻ ആ ഷോക്കായി പോയി കേട്ടോ. കെട്ടിപ്പിടിച്ചത് അമ്മ ഇത്രയും ദിവസം വിട്ട് നിന്നതിൻ്റെയും എന്തൊക്കെയോ ഉള്ള കുറേ ഫീലിങ്സ് മൊത്തത്തിൽ വന്നു. എനിക്ക് ആ ഒരു കണ്ണൊന്ന് ഉമ്മ വെക്കണം എന്നുണ്ടായിരുന്നു. നമുക്കും പടച്ചോൻ ആ ഒരു ഭാഗ്യം, പടച്ചോൻ്റെ ഭവനത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം നമുക്കും കൂടെ
തരണമല്ലോ. എൻ്റെ മനസ്സിൽ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു ആഗ്രഹമാണ് എനിക്കൊന്ന് ഉംറ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അവിടേക്ക് ഒന്ന് പോയി എൻ്റെ പഠിച്ചവൻ്റെ മുന്നിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് കരയണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ വന്ന ഉടനെ ആ കണ്ണ് കാണണം, അതിലേക്കൊന്ന് ഉമ്മ വയ്ക്കണം എന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതങ്ങനെ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും ദിവസത്തെ ഏറ്റവും വലിയൊരു പേടിയെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ അതൊന്ന് തിരിച്ചു വന്ന് നമുക്കൊന്ന് കിട്ടണം എന്നുള്ളതായിരുന്നു. കാരണം അത്തല്ലാത്ത ഉപ്പല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം നന്നായിട്ട് ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നമ്മൾ പെൺകുട്ടികൾക്ക് ഉപ്പമാർ വേണം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ നമ്മുടെ കൂടെ നിൽക്കാനും നമുക്ക് സപ്പോർട്ടായിട്ടൊക്കെ വേണം. പിന്നെ ആകെ ഉള്ളത് ഉമ്മയാണല്ലോ. അപ്പോൾ എന്തോ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ബേജാറായിരുന്നു ഈ ലാസ്റ്റ് 1 month ഫുള്ളായിട്ട്. ഞാൻ ഒരൊറ്റ വീഡിയോ പോലും ആ സമയത്ത് പോസ്റ്റ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ അങ്ങോട്ട് ഹോൾഡ് ചെയ്ത് വെക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് എൻ്റെ കസിനും കൂടെ അനിയനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മാൻ്റെ ലഗേജിൽ അവരുടെ കുറച്ച് ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ അവരുടെ വണ്ടിയിലേക്ക് മാറ്റി. അതിന് ശേഷം ആ പട്ടിക്കുട്ടിനെ കണ്ടത് ആരോ അവിടെ വന്നിട്ട് എയർപോർട്ടിൽ ബാഗ് മറന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോഗ് സ്ക്വാഡൊക്കെ കൊണ്ടുവന്ന് അവിടെ ഫുള്ളും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ നമ്മൾ അങ്ങനെ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവരെ കൊണ്ടുവരാൻ പറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന ഈ ഭാഗത്തു നിന്നായിരിക്കും നമുക്ക് വരുന്നവരെ റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എല്ലാവരും ആകെ ക്ഷീണിക്കും, മുഖമൊക്കെ നന്നായിട്ട് കരുവാളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും മുഖം ഇങ്ങനെ കളറൊക്കെ മാറി ടാൻ അടിച്ചിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ലാസ്റ്റ് ഡേയ്സിൽ അവർ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത് ശരിക്കും ഹാജറ ബീവി എന്തോരം ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തോരം ആ വെയിലും ഇതിലൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. പിന്നെ അപ്പോഴേക്കും എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചപ്പോൾ അവിടെ പോയി സംസാരിച്ചിട്ട് അങ്ങനെ വരികയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അപ്പോൾ കുട്ടികൾ പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ സൂൽക്കൊക്കെ പോവുക അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തിങ്കളാഴ്ചയാണ്, മക്കൾക്ക് സ്കൂൾ തുറന്ന ദിവസം എല്ലാവരെയും ലീവാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മനോട് ഇങ്ങനെ ചോദിച്ചു അമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ കുട്ടികളെ കൊണ്ടുപോകണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അമ്മ പറഞ്ഞു മക്കളുടെ താല്പര്യം എന്താണ് അതിനനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാന്നുള്ള പോലെയൊക്കെ. അങ്ങനെ അവിടുന്ന് സൂൽക്കൊന്നും പോയില്ല കേട്ടോ. എന്താ വെച്ചാൽ തിങ്കളാഴ്ച ലീവായിരുന്നു. എനിക്കാണെങ്കിൽ അമ്മനെ കാണുമ്പോൾ നല്ല ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഫേസ്. അതുകൊണ്ട് എന്തായാലും പിന്നെ നന്നായി എന്നുള്ളൂ. മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അമ്മനെ തിരിച്ച് കണ്ടു, തിരിച്ച് കിട്ടി എന്നുള്ള ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്കും എന്തോ എൻ്റെ ലൈഫിലേക്ക് തിരിച്ച് കിട്ടിയ ആ ഒരു ഫീലായിരുന്നു കേട്ടോ അമ്മ അങ്ങനെ വന്ന സമയത്ത്. പിന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ റിസീവ് ചെയ്യാൻ വന്ന ഒത്തിരി പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിരുന്നു. അങ്ങനെ അവർ നമ്മളെ വിളിച്ചു, സംസാരിച്ചു. സിലു ആണോ എന്നിട്ട് പലരും സംശയത്തോടെ ആയിരിക്കും കേട്ടോ നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല അമ്മാനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അമ്മാൻ്റെ ഫ്ലൈറ്റിൽ തന്നെ ഇറങ്ങി വന്ന പാസഞ്ചേഴ്സിലും ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ടു. ആരോടും അധികം അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയില്ല, പക്ഷെ കാണാനായിട്ട് പറ്റി. അതുമാത്രമല്ല അമ്മ ഹജ്ജിന് പോയിടത്തൊന്നും നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. സബ്സ്ക്രൈബേഴ്സ് അമ്മാനെ കണ്ടു, പോയി സംസാരിച്ചു. സിലുൻ്റെ ഉമ്മയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആരാ എന്താന്ന് പോലും നമുക്ക് നേരിട്ട് അറിയാത്ത ഒത്തിരി പേര് നമ്മളെ തിരിച്ചറിയുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരെ കിട്ടുക എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ ഞാൻ ശരിക്കും ലക്കിയാണ് കേട്ടോ. അങ്ങനെ അമ്മൻ്റെ ലഗേജുകൾ നമ്മളിതേ വണ്ടിയിലേക്ക് കയറ്റാണ്. ഒരുപാട് ലഗേജൊന്നും അമ്മ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ ഡ്രസ്സുകളില്ലാഞ്ഞിട്ടും അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒത്തിരി സാധനമൊന്നും വാങ്ങേണ്ട, അമ്മ ഒറ്റയ്ക്ക് ലഗേജും കൊണ്ടുവരുന്ന സമയത്ത് അമ്മക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അധികം കൂടുതൽ സാധനങ്ങളൊന്നും എടുത്തില്ല. സംസം വെള്ളവും പിന്നെ ഈത്തപ്പഴം, പിന്നെ കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റ്സ്, ഒരു 5-6 മുസല്ല. പിന്നെ അമ്മക്ക് ഒരുപാട് വെയിറ്റും കൊണ്ടുവരാൻ പറ്റൂലായിരുന്നു. ഉള്ള വെയിറ്റിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടെ ഫുള്ളായപ്പോൾ ആൾക്ക് കുറേ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആർക്കൊക്കെയോ മുസല്ലൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു, നടന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആൾ സങ്കടമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും ഇനിയും പഠിച്ചവൻ
വിധി നൽകുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ പോകാമല്ലോ എന്നാണ്. പിന്നെ അങ്ങനെ വണ്ടിയിൽ തിരിച്ചു വരുമ്പോൾ ഫുള്ളും അമ്മേൻ്റെ ഓരോ കഥകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ നമ്മൾ വീടെത്തി. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മുടെ ഓൺലൈനിൽ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന നമ്മുടെ ബദാം പിസിൻ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബദാം പിസിൻ അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് ശരീരത്തിന് ബെനിഫിറ്റ്സ് ഉള്ള, കുട്ടികൾക്കും നമുക്കൊക്കെ ബെനിഫിറ്റ്സ് ഉള്ള ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ് സാധനം. ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് ചോദിക്കുക. അതിൽ കാറ്റലോഗ് കാര്യങ്ങളുണ്ടാവും, നമ്മൾ എന്തൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. നമുക്കിത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനും ജ്യൂസുകൾ ഉണ്ടാക്കുമ്പോൾ ഇടാനും എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഇടാനും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. നമ്മുടെ ബോഡിക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കേട്ടോ, രണ്ടുപേർക്കും തന്നെ. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഒന്നിലും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കുക, സ്റ്റാഫിനെ ഏൽപ്പിക്കാമെന്ന് മാത്രമാണ്. അപ്പം ഇനി എന്തൊക്കെ ബാലൻസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാനും വേണ്ടിയിട്ട് നമ്മൾ അപ്സ്റ്റെയറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് ബുക്ക് കവർ ചെയ്യുന്നപ്പോൾ പുതിയൊരു തരം സംഭവമില്ല, ഇങ്ങനെ ഒട്ടിക്കുന്നത് ഭയങ്കര ഈസിയാണ്. എൻ്റെ കസിൻ വാങ്ങിയിട്ട് പോയിട്ട് നല്ല ഉപകാരമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് പീസസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഓയിൽ സ്പ്രെയർ ഉണ്ട്. ഇത് ഞാൻ അധികം വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നല്ല ഉപകാരമുള്ള അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ പെയിൻ ചീർപ്പ്. ഡെയിലി മക്കൾക്ക് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ തലയിൽ നല്ല പെയിൻ ഉണ്ടാവും. എനിക്ക് തന്നെ ഞാൻ ജീവി നോക്കിയിട്ട് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിലൊരു 3-4 മോഡൽ ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തോന്നിയ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പോയപ്പോൾ കുറച്ച് ഫാൻസി ഐറ്റംസ് കണ്ടപ്പോൾ ഞാൻ കൂടെ ഒന്ന് വാങ്ങിച്ചു എന്നുള്ളൂ, മക്കൾക്കും എനിക്കും വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് വാങ്ങിയിട്ട് അഡീഷണൽ ഉള്ളത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 പീസൊക്കെ ഉണ്ടാവും. ഇതുപോലെയുള്ള മഫ്ത പിന്നെ മാല ഒക്കെ, അതും വേണമെങ്കിൽ ആർക്കെങ്കിലും തരാം. പിന്നെ ലഞ്ച് ബോക്സിൽ അൽഹംദുലില്ലാ ഇപ്രാവശ്യം എടുത്ത ഏകദേശം സാധനങ്ങളും സെയിലായി പോയിട്ടുണ്ട്. ഈ ഒരു മോഡലാണ് ഇനിയിപ്പോൾ കുറച്ച് ബാലൻസ് ഉള്ളത്. ഞാൻ ഇനിയിപ്പോൾ പെട്ടെന്ന് റീസ്റ്റോക്ക് ബാക്കിയൊന്നും അധികം ചെയ്യുന്നില്ല കേട്ടോ. സംഭവം വേറെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഒരു ന്യൂ ലോഞ്ചാണ്, ന്യൂ പ്രൊഡക്റ്റാണ്. വാഷിംഗ് പോട്ട്സ് എന്ന് പറയും. നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് ഇതിങ്ങനെ ഒരെണ്ണം ഒരു വാഷിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല സാധനമാണ് കേട്ടോ. അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോ. അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാറ്റലോഗിൽ കയറി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും കേട്ടോ. തുണികൾക്കൊക്കെ നല്ല മണം ഉണ്ടാവും അത് നമ്മൾ ഇട്ട് കൊടുത്താൽ. ഇതാണ് നമ്മുടെ ബദാം പിസിൻ. 100 ഗ്രാമായിട്ടും 200 ഗ്രാമായിട്ടും ഒക്കെ കിട്ടും കേട്ടോ. നമ്മുടെ നിന്ന് വാങ്ങിയിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഡെയിലി ഉപയോഗിച്ചിട്ട് ഒരുപാട് ആരോഗ്യ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒക്കെ മാറി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിന് ശേഷം വേറെ ലഞ്ച് ബോക്സ് ഏതൊക്കെ എത്ര മോഡൽ ഉണ്ട് എന്നുള്ളത് നോക്കുകയാണ്. ഇതിൽ വന്നിട്ട് ഈ ഒരു ഡബിൾ ലെയറായിട്ട് വരുന്ന ലഞ്ച് ബോക്സസ് ഇനിയിപ്പോൾ ഒരു പർപ്പിൾ കളറിൽ ഇത്രയും കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ. ഇതും ഇപ്രാവശ്യം നമ്മുടെ ഈ ഒരു സ്കൂൾ സീസണിൽ ഏകദേശം മൊത്തമായിട്ട് സെയിലായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ മുമ്പ് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഹ്യൂജ് ലെവലിൽ നമുക്ക് സെയിലാവുമായിരുന്നു. നമുക്ക് മാനുവലായിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ നൈഫ് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഡബിൾ ലെയർ, അപ്പോൾ ഞാനത് അനീഷനോട് ഒന്ന് പൊട്ടിച്ച് കാണിക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുൾ എൻക്വയറി വരും. ഏകദേശം സാധനം സെയിലായി പോകുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ഇനിയിപ്പോൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്യണില്ല. എനിക്ക് കുറച്ച് പൈസൻ്റെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് അതിലേക്ക് ഇനിയിപ്പോൾ സാധനം ഇറക്കിക്കഴിഞ്ഞാൽ കുറച്ച് പണി കിട്ടും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതേ ഈ ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇത് ഡബിൾ ലെയറാണ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇതുപോലെ ഉള്ളിലൊരു സെപ്പറേഷൻ ഒരു പാർട്ട് ഉണ്ടാവും. ഇതിൽ വന്നിട്ട് ഫുള്ളായിട്ട് ചോറ് നിറയ്ക്കാം. ആർക്കെങ്കിലുമൊക്കെ ഓഫീസ് ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ അടിപൊളി സാധനമാണ്. മുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈഡ് ഡിഷസ് കാര്യങ്ങളൊക്കെ ഇതാക്കാം. ഇനി ആ ക്ലിപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ക്ലിപ്പും കൂടെ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട്. അത് ഞാനിപ്പോൾ ഡിസ്കൗണ്ട് സെയിലിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ചെറിയ സ്ക്രാച്ചസ് ആ ഒരു സ്റ്റീലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് അങ്ങനെ പൊന്തിക്കൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. നമ്മളങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള സാധനങ്ങൾ കൊടുക്കാറില്ല. കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നമുക്ക് ഷിപ്പിങ്ങിൻ്റെയും എല്ലാം കൂടെ നഷ്ടം വരും. അപ്പോൾ ആ ഒരു നഷ്ടം വരുത്തിക്കണ്ടെന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റേ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ ഒരു 10-20 പീസസ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ഈ സാധനം ഞാൻ ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടികളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശക്കുന്ന സമയത്ത് ഞാനിതേ ഈ ഒരു സാധനമാണ് കേട്ടോ ഇപ്പോൾ കഴിക്കണം, അമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.